അതാണ് UDF-ന്റെ കഴിഞ്ഞ 40 ദിവസത്തെ ഭരണം. ഒരു ഭരണത്തെ വിലയിരുത്താൻ ഈ 1.5 മാസമൊന്നും പ്രധാന കാലയളവല്ല, ഒരു കൂളിംഗ് പീരീഡാണ് ഇത്. സമയം അവർക്ക് കൊടുക്കാൻ നമുക്കൊരു ധൃതിയുമില്ല. ഭരണത്തിലെത്താത്ത ലീഗിനെ പോലെയോ കോൺഗ്രസിനെ പോലെയോ അല്ല നാം. ഭരണമുണ്ടായാലും ഭരണമില്ലെങ്കിലും നാം ജനങ്ങളോടൊപ്പം നിൽക്കും, ജനങ്ങളുടെ പ്രശ്നങ്ങളെ ഏറ്റെടുക്കും. അതാണ് ഇടതുപക്ഷം. അതുകൊണ്ട് ക്രിയാത്മകമായ പ്രതിപക്ഷമായി ഇടതുപക്ഷം പ്രവർത്തിക്കും. അതുകൊണ്ടാണ് സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തത്. ഇപ്പൊ നിങ്ങൾക്ക് നിയമസഭയിൽ കാണാൻ കഴിയും പ്രതിപക്ഷത്തിന്റെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ. UDF ചെയ്തതുപോലെ ഇടതുപക്ഷം പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് ചെയ്യുന്നില്ല. പക്ഷേ ഇത്രയും ദിവസം കൊണ്ട് ഈ ഗവൺമെന്റിന്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് മനസ്സിലായി, അവരുടെ ദിശ മനസ്സിലായി. ചിലര് പണ്ട് കാലത്തൊക്കെ പശുവിനെയും കൂട്ടി ഒരിടത്ത് നിന്ന് പശുവിനെ വിലക്ക് വാങ്ങി അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നത് റോഡിലൂടെയാണ്. അപ്പൊ റോഡിലൂടെ കൂട്ടത്തോടെ പശുക്കളെ കൊണ്ടുപോകുന്നത് കണ്ടാൽ ചിലര് കവലയിൽ നിന്ന് പ്രതികരിക്കും, ഈ പശുവിനെയും കൊണ്ടാണോ പൊന്നാനി വരെ പോണ്ടത്? ഈ VD സതീശനെയും കൊണ്ടാണോ 5 കൊല്ലം തികയ്ക്കേണ്ടത്? എല്ലാവരും ചോദിക്കാൻ തുടങ്ങി. കോൺഗ്രസ്സുകാര് നമ്മളെക്കാൾ മുമ്പിൽ. സർക്കാർ ജീവനക്കാരുടെ പ്രശ്നം നിങ്ങൾ നോക്ക്. എന്തായിരുന്നു പ്രതിപക്ഷത്തിൽ നിന്ന് പറഞ്ഞത്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ സർക്കാർ ജീവനക്കാരുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിക്കും. ഇതാ ബാലഗോപാൽ DA കുടിശ്ശികയാക്കി, ശമ്പളം പരിഷ്കരിക്കുന്നില്ല. ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ DA മുഴുവൻ കൊടുത്തു തീർക്കും, ശമ്പളം പരിഷ്കരിക്കും. ഇതായിരുന്നില്ലേ പ്രതിപക്ഷത്തിൽ ഇരുന്നു കൊണ്ട് അവർ പറഞ്ഞത്? ബാലഗോപാൽ ഗവൺമെന്റിന്റെ കാലാവധിക്ക് മുമ്പ് DA കൊടുത്തു തീർക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു. കുടിശ്ശികയായത് കൊടുത്തു തീർക്കുന്ന ഘട്ടം ഘട്ടമായി നടപടികൾ സ്വീകരിച്ചു. മഹാഭൂരിപക്ഷവും കൊടുത്തു. 8% DA കുടിശ്ശിക കൊടുക്കാനുള്ള ഉത്തരവിറക്കി, ഖജനാവിൽ പണവും നൽകി. ആ പണത്തെ പറ്റിയാണ് നമ്മുടെ VD സതീശൻ പറഞ്ഞത്, പൂച്ച പെറ്റ് കിടക്കുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അത് ശരിയാണ്. സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ പൂച്ച പെറ്റാൽ ഒരു 6-7 കുട്ടികളുണ്ടാവും. അപ്പൊ VD സതീശൻ ആദ്യത്തെ പൂച്ചക്കുഞ്ഞിനെ ഖജനാവിൽ നിന്ന് എടുത്തപ്പോൾ അത് നമ്മുടെ ആ മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ള പൈസയുണ്ട്, 1700 കോടി വേണം. അപ്പോൾ ഒരു പൂച്ചക്കുഞ്ഞിന്റെ വില 1700 കോടി കിട്ടി. ഇനി ബാക്കിയുണ്ട് 5 പൂച്ചക്കുഞ്ഞ പോലെ. അപ്പൊ സർക്കാർ ജീവനക്കാർക്ക് DA കുടിശ്ശിക 8% കൊടുക്കാനുള്ള തുക അവിടെ വെച്ചിട്ടാണ് ബാലഗോപാൽ പോയത്. അത് പിന്നീട് VD സതീശൻ ധനവകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ പറഞ്ഞു, ധവളപത്രത്തിലും പറഞ്ഞു, 5000 കോടി രൂപയുണ്ട് എന്ന സത്യം. അതാർക്കും മറച്ചു പിടിക്കാൻ കഴിയില്ല. എന്തേ ബാലഗോപാൽ ഉത്തരവിട്ട് DA കൊടുക്കാത്തത്? അപ്പോഴാണ് ധവളപത്രത്തിലെ ആശയം മുന്നോട്ട് വരുന്നത്. അത് പിന്നീട് ബജറ്റ് പ്രസംഗത്തെ തുടർന്നും പറഞ്ഞു. എന്താ ആശയം? ശമ്പള പരിഷ്കരണം ഇനി മുതൽ 10 വർഷത്തിലൊരിക്കൽ. അപ്പൊ നമ്മളെ കണ്ണൂരിലെ നേഴ്സുമാർ കുറച്ച് നല്ല ആരോഗ്യമുള്ളവരായിട്ടല്ലേ നമ്മൾ കരുതുക. കണ്ണൂരിലെ നേതാവിന് അത്ര വലിയ ആരോഗ്യമൊന്നുമില്ല, കാറ്റത്ത് പറന്നു പോകും. അങ്ങനെയുള്ളവരെ പോലെ ഈ സതീശന്റെ 10 വർഷത്തിലൊരിക്കൽ ശമ്പളം എന്ന് പറഞ്ഞത് മക്കളെ പഠിപ്പിക്കേണ്ട കാര്യമൊക്കെ ഓർത്തിട്ട് അന്ന് കുഴഞ്ഞു പോകും. സംഗതി പറഞ്ഞ മനസ്സിലായി? വാക്കാണ് പ്രധാനം. ഇതായിരുന്നു അക്കാലത്ത് പറഞ്ഞത്. വാക്ക് പറഞ്ഞ വാക്കാണ്. ഇപ്പൊ VD സതീശൻ പറഞ്ഞ പഴയ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ വരികയാണ്.
വി ഡി സതീശന്റെ വാക്ക് സമം പഴയ ചാക്ക്. ഇത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. 10 വർഷത്തിൽ ഒരിക്കൽ ശമ്പള പരിഷ്കരണം. ബജറ്റ് പ്രസംഗത്തിലെ ഒരു 2 വരിയുണ്ട് കേട്ടാ. കേരളത്തിന്റെ കടബാധ്യതകളെ കുറിച്ച് വിവരിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? ഇതിന്റെ കൂടെ 1/7/2024 മുതൽ ശമ്പളം പരിഷ്കരിച്ച് നടപ്പാക്കിയാൽ വേണ്ടിവരുന്ന ബാധ്യത കൂടി കണക്കാക്കിയാൽ കടം കൂടും എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? ശമ്പള പരിഷ്കരണം ഇപ്പൊ ഒന്നും നോക്കേണ്ടെന്നാണ് കേട്ടാ. നിങ്ങൾ വിഷമിപ്പിക്കാൻ പറഞ്ഞല്ല കേട്ടാ. ശമ്പള പരിഷ്കരണം നടപ്പാവുന്ന വിചാരിച്ചിട്ട് മോളെ കല്യാണം നിശ്ചയിച്ച ചില അമ്മമാരുണ്ടാവും. പക്ഷെ UDFന്റെ നയം അതാണ്. ആ നയം 2002 നാം തിരിച്ചറിഞ്ഞതാണ്. അന്ന് സർവീസിൽ ഇരിക്കുന്നവർ കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. 24 വർഷം മുമ്പ് ഓർമ്മയുണ്ടോ ഈ മുഖമെന്ന സുരേഷ് ഗോപിയുടെ സംഭാഷണമല്ല ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്. ഓർമ്മയുണ്ടായിരിക്കണം ചരിത്രം. 4 നൂറ്റാണ്ട് മുമ്പ് എന്തായിരുന്നു കേരളത്തിന്റെ അന്നത്തെ UDF സർക്കാരിന്റെ ഭരണകാലം? അന്നവർ പറഞ്ഞു, ആന്റണിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു, മുണ്ട് മുറുക്കി ഉടുക്കൂ. നിങ്ങളോടായി പറയേണ്ടത് വി ഡി സതീശൻ പുതുതായി ആന്റണിയുടെ വർത്തമാനം അതുപോലെ ആവർത്തിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇനി പറയേണ്ടത് ഭേദഗതിയോടുകൂടി പാന്റ് മുറുക്കി ഉടുക്കൂ. നിങ്ങളാവുമ്പോൾ നഴ്സിംഗ് വസ്ത്രം പാന്റാണ്. ഇതല്ലേ അന്ന് നടപ്പാക്കിയത്? 37 മാസത്തെ ശമ്പള കുടിശ്ശിക നമുക്ക് നിഷേധിച്ചു. അന്ന് ലീവ് സറണ്ടർ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ സർക്കാർ ജീവനക്കാർക്ക് നിഷേധിച്ചു. മെഡിക്കൽ റീഇംബേഴ്സ്മെന്റ് സർക്കാർ ജീവനക്കാർക്ക് നഷ്ടമായി. ഇങ്ങനെ എന്തെല്ലാം ആനുകൂല്യങ്ങൾ 2001 AK ആന്റണിയുടെ ഗവൺമെന്റിന്റെ കാലത്ത് 2002 നമുക്ക് നഷ്ടപ്പെട്ടു. അതിനുവേണ്ടി മാത്രം ഒരു പ്രത്യേകമായ ധവളപത്രം ഇറക്കി, സർക്കാർ ജീവനക്കാരുടെ ധവളപത്രം. അതൊരു പുതിയ സാമ്പത്തിക സിദ്ധാന്തം കേരളത്തിൽ ആവിഷ്കരിച്ചു. സർക്കാർ ജീവനക്കാർക്ക് ഇതാ ഖജനാവിന്റെ 77% കൊടുക്കുമ്പോൾ കൃഷിക്കാർക്ക് കൊടുക്കാൻ പണമില്ല. ഉടൻ മലയോര മേഖലയിലെ കൃഷിക്കാർ പറയാൻ തുടങ്ങി, ആ സർക്കാർ ജീവനക്കാർക്ക് അധികം വാരിക്കൂലി കൊടുക്കാൻ പാടില്ല. ആന്റണി അങ്ങനെ തമ്മിലടിപ്പിക്കാൻ നോക്കി. അങ്ങനെ തമ്മിലടിപ്പിക്കുന്ന ഒരു സാമ്പത്തിക സിദ്ധാന്തം കൊണ്ടുവന്നുകൊണ്ട് സർക്കാർ ജീവനക്കാരെ പ്രതികാര മനോഭാവത്തോടുകൂടി കൈകാര്യം ചെയ്ത അതേ ആന്റണിയുടെ അടുത്ത് പോയി അനുഗ്രഹം വാങ്ങി മുഖ്യമന്ത്രിയുടെ കസേരയിലെത്തിയ വി ഡി സതീശൻ ഇപ്പോൾ ആന്റണിയൻ പാതയിലാണ്. അദ്ദേഹം ഇടക്കിടക്ക് പറയുന്ന ഒരു കാര്യമുണ്ട്, നെഹ്റുവിൻ സാമ്പത്തിക നയമാണ് ഞാൻ നടപ്പാക്കുന്നത്. അല്ല, നെഹ്റുവിൻ സോഷ്യലിസവുമല്ല, നെഹ്റുവിന്റെ സാമ്പത്തിക നയവുമല്ല, മറിച്ച് മോഡിയുടെ കോർപ്പറേറ്റ് നയവും AK ആന്റണിയുടെ മുണ്ടും മുറുക്കി ഉടുക്കൽ സിദ്ധാന്തവുമാണ് ഇന്ന് കേരളത്തിൽ വി ഡി സതീശൻ സർക്കാർ ജീവനക്കാരോടും മറ്റുള്ളവരോടും സ്വീകരിക്കുന്ന നയം. അത് തുറന്നു പറയാൻ എന്താ ഭയം? NGO അസോസിയേഷന്റെ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി ആയതിനു ശേഷം ഇദ്ദേഹം പറഞ്ഞു, ഞാൻ 19-ാം തീയതി ബജറ്റ് അവതരിപ്പിക്കാൻ പോവാണ്. ആ ബജറ്റിൽ സർക്കാർ ജീവനക്കാർക്ക് ഒരു വിസ്മയം ഞാൻ പ്രഖ്യാപിക്കും. കയ്യടി ഏതാ? ആ കയ്യടി തൃശൂർ പൂരത്തിന് കഴിഞ്ഞ തവണ പടക്കം പൊട്ടാത്തതിന്റെ ശബ്ദത്തിന്റെ പരിഹാരം. ആ കയ്യടി ആ NGO അസോസിയേഷൻ സമ്മേളനത്തിൽ പങ്കെടുത്തവരോട് നമുക്ക് അക്കാര്യത്തിൽ അവരെ അഭിനന്ദിക്കാം. കഴിഞ്ഞ തൃശൂർ പൂരത്തിൽ പടക്കം പൊട്ടിക്കാൻ കഴിഞ്ഞില്ല. നമ്മളെല്ലാം കാരണം ദുരന്തമാണ്. അപ്പൊ അന്ന് പടക്കം പൊട്ടിക്കാത്തത് കൊണ്ട് പടക്കത്തിന്റെ ശബ്ദം കേട്ടില്ല. അങ്ങനെ കേൾക്കാത്തവർക്ക് ഇതാ NGO അസോസിയേഷന്റെ വിസ്മയ ശബ്ദം കേട്ടു അല്ലേ?